ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് ഈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലക്കാട് സ്റ്റൈല് ബിരിയാണി ആയിട്ടാണ് കേട്ടോ. എൻ്റെ സ്ഥലം കോഴിക്കോടാണ്. എൻ്റെ ഈ ഭാഗത്തൊന്നും ഈ ഒരു ടൈപ്പ് ബിരിയാണി ഉണ്ടാവാറില്ല. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ബിരിയാണി കൂടിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാനിത് കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. എളുപ്പത്തിന് നമുക്ക് അല്ലാതെയും ചെയ്യാം. ഇതൊരു പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ജീക്കിൻ്റെ റോബോക്കുക്കാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സാധാരണ കുക്കറിൽ ചെയ്താൽ മതി. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട, 2-3 ഏലക്ക ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിലോട്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് 2 മീഡിയം സൈസുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കാം. വലിയുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 മീഡിയം സൈസ് തക്കാളിയും അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് 1/4 കപ്പ് അളവിൽ തൈരും അതേപോലെ തന്നെ 2 കപ്പ് അളവിൽ ജീരകശാല അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 4 കപ്പ് അളവിലാണ് നമുക്ക് വെള്ളം വേണ്ടി വരിക. കുക്കറിലായതുകൊണ്ട് തന്നെ 4 കപ്പിൻ്റെ ആവശ്യമില്ല. ഞാനൊരു 3.25 കപ്പ് അളവ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരാനുണ്ടാവും. 4 കപ്പ് തന്നെ കറക്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു അരി ഒരുപാട് വെന്ത പോലെ ആയിപ്പോവും. നിങ്ങൾ അല്ലാതെ കുക്കറിലല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 കപ്പ് അളവിൽ തന്നെ വെള്ളം എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനതിലോട്ട് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പ് പാകമാണോ നോക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിഷ്, ചിക്കൻ, മീറ്റ്, പുലാവ്, ബിരിയാണി അങ്ങനെയുള്ള 4-5 ഓപ്ഷൻസ്. അതിൽ ഞാൻ ബിരിയാണി എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് അതിന് 15 മിനിറ്റ് വേണമെന്നുള്ള സമയം കാണിക്കും. അത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഇതിൻ്റെ പ്രഷർ റിലീസ് ചെയ്യേണ്ട, തീ കുറച്ച് വെക്കണ്ട, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് അതിൻ്റെ സമയമാവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ റിലീസ് ചെയ്ത് കറക്റ്റ് സമയത്ത് ഈ ഒരു കുക്കർ ഓഫ് ആവുകയും ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പേരാണ് ജീക്ക് റോബോക്കുക്ക്. പേര് പോലെ തന്നെ ഒരു അടിപൊളി റോബോട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു കുക്കർ. ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു കുക്കറിലുണ്ട്. നമ്മുടെ പണി ഏറ്റവും കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി കുക്കറാണ് കേട്ടോ ഇത്. 11 ഓപ്ഷൻസാണ് അവർ ഈ ഒരു കുക്കറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 11 ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് 60-ലധികം റെസിപ്പീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കൂടെ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് റൈസ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റൈസും അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കുക്കറിൽ ഫ്രണ്ടിൽ റൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 സെക്കൻഡിനുള്ളിൽ ഈ ഒരു കുക്കർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കുക്കറിൽ ചെയ്യുന്നത് പോലെ തീ കുറച്ച് കൊടുക്കാനോ തീ കൂട്ടി കൊടുക്കാനോ പ്രഷർ റിലീസ് ചെയ്യാനോ അങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ നിൽക്കേണ്ട. ഇതിൻ്റെ സമയമാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പ്രഷർ റിലീസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ അവർ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 12 മിനിറ്റിനുള്ളിൽ, റൈസിന് 12 മിനിറ്റാണ് പറയുന്നത്, ആ ഒരു 12 മിനിറ്റിനുള്ളിൽ നമ്മുടെ റൈസ് കുക്കായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സാമ്പാർ, ഇഡ്ഡലി, പൊങ്കൽ, ബിരിയാണി അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാണോ കുക്ക് ചെയ്യേണ്ടത് ആ സാധനത്തിൻ്റെ മെനുവിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ലിഡ് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറഞ്ഞിട്ടുള്ള സമയത്തിനുള്ളിൽ നമുക്ക് സാധനം റെഡി ആയിട്ട് കിട്ടും. നമുക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വളരെ ഈസി ആയിട്ട് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാനും, അതേപോലെ തന്നെ നമുക്ക് ചോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ കുക്കറിൽ വെച്ചതെന്നുണ്ടെങ്കിൽ അത് വിസിലടിക്കുന്ന സമയത്ത് നമ്മൾ ഓഫാക്കണം, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് ആ
ആകുന്ന സമയത്ത് നമുക്ക് വളരെ ഈസിയിൽ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ കറക്റ്റ് സമയത്ത് അത് ഓഫ് ആയിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു ലിഡ് എങ്ങനെ അടയ്ക്കാൻ തുറക്കുകയും ചെയ്യാന്നുള്ളതും കൂടെ കാണിച്ചു തരാം. ഇത് ലോക്ക് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ നമുക്ക് അൺലോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു പ്രഷർ റിലീസിങ് ബട്ടൺ ആണ്. അതായത് നമുക്ക് പ്രഷർ പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ അമർത്തി കൊടുത്താൽ മതി. അവരൊരു സമയം പറയും, ആ സമയത്തിന് മുൻപ് നമുക്ക് ഈ ഒരു സാധനം തുറന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രഷർ റിലീസിങ് ബട്ടൺ അമർത്തി കൊടുത്തിട്ട് പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സാധനം കുക്കായോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അതല്ല പ്രഷർ നമുക്ക് റിലീസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു കുക്കർ തന്നെ പ്രഷർ അതിനനുസരിച്ച് റിലീസ് ചെയ്തോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്ത് ഇതേപോലുള്ള ഒരു പോട്ടാണ് കേട്ടോ ഉള്ളത്. ഇതിലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്യുക. ഇതൊരു 5 ലിറ്ററിൻ്റെ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ കൊള്ളാൻ പറ്റിയിട്ടില്ല, അത്യാവശ്യം വലിയൊരു പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ 2 സിലിക്കണിൻ്റെ പിടിക്കാനുള്ള ഒരു സംഭവം കൂടെ ഉണ്ട്. എന്തായാലും ആ ഒരു പാത്രം പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ പുറത്തോട്ട് എടുക്കുകയും അകത്തോട്ട് വെക്കുകയൊക്കെ ചെയ്യാം. ഇതേപോലുള്ള 2 സിലിക്കണിൻ്റെ കവറും കൂടെ അവർ ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതേപോലൊരു സ്പാച്ചുലയും ഒരു മെഷറിംഗ് കപ്പും കൂടെയാണ് അവർ ഇതിൻ്റെ കൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാ സാധനങ്ങളും ഈ ഒരു റോബോ കുക്ക് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചിക്കൻ കറി, റൈസ്, ബിരിയാണി, സാമ്പാർ, ദാല് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. നമുക്ക് പ്രഷർ റിലീസ് ചെയ്തിട്ട് ഈ ഒരു റൈസ് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്.